അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു വീട് കാണാനാണ്. വീട് മാത്രമല്ല, നമ്മൾ വീട്ടിലോട്ട് സോളാർ വെക്കാൻ പ്ലാൻ ഉണ്ടല്ലോ. ഞാൻ മുമ്പത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ സോളാർ വെച്ചിട്ടുള്ള നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള സോളാർ വെച്ചൊരു വീട് കാണാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ആ വീട്ടിലെത്തിയിട്ട് നമുക്ക് ചെറിയൊരു ഹോം ടൂർ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം ഇൻഷാ അല്ലാ. അതുപോലെ സോളാറിൻ്റെ വിശേഷങ്ങളും എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. റൂഹി, റോസുടെ റൂഹി റൂഹി കിടക്കുന്നു. റൂഹിൻ്റെ സ്കൂള് അടച്ചോ? എന്തൊക്കെയാണ് സ്കൂളില്ലാത്ത പറഞ്ഞു കൊടുക്കുക. റൂഹി ഹാപ്പി അല്ലേ? അതെ, എന്തുപറ്റി? സ്കൂളില്ലായിട്ടാ? നാളെ സ്കൂളുണ്ടോ? മൺഡേ ഉണ്ടോ? നമ്മളെവിടേക്കാ പോണ്? നമ്മളെവിടേക്കൊക്കെ പോണില്ലേ? എന്ത് എറണാകുളം? എങ്ങനെ പോണ് നമ്മള്? നടന്നിട്ടോ? ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണത്? ഇപ്പൊ നമ്മളൊരു വീട് കാണാനാ പോയിട്ട്. അവിടെ കരയരുതിട്ടോ റൂഹി ട്ടോ. അതൊന്നും എനിക്കറിയില്ല. അവിടെ കരയരുതിട്ടോ. മുട്ടായി ഇല്ല, മിഠായി. ആ മിഠായി ഉണ്ടാവും, നോക്കാം. അറിയില്ല, ഇതാണോ? ലൊക്കേഷൻ നോക്കിയിട്ട് വരിക. അപ്പോൾ ഈ ഒരു വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ശരിക്കും കുറേ വീടുകൾ കണ്ടിട്ട് വേണം നമ്മളൊരു വീട് പണി തുടങ്ങാമെന്നൊക്കെ കുറേ ആൾക്കാർ പറയാറുണ്ട്. ശരിക്കും അത് സത്യം തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ കുറേ വീട് കണ്ടിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അങ്ങനെ. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയ വീടുണ്ടാക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും നല്ല രീതിയിലാണ് ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോ ഭാഗവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഉള്ള സ്ഥലം നല്ല അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ സോളാർ വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടീം തന്നെയാണ് നമ്മൾക്കും സോളാർ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ടൈപ്പാണ്, എങ്ങനെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു വോളിൽ ചെയ്തിട്ടുള്ള കാലിഗ്രഫി ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഞാൻ ആദ്യം അത് ഒരു വലിയൊരു ഫ്രെയിം വെച്ച പോലെ എനിക്ക് തോന്നി. ബട്ട് അത് ഫ്രെയിമല്ല, അത് കാലിഗ്രഫി ചെയ്തതാണ്. എല്ലാം ഡിഫറെൻറ്റ് സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതും ആട്ടോ. പിന്നെ ഇവിടെ ശരിക്കും ഹോം ടൂർ വീഡിയോ ഞാൻ ആദ്യം വിചാരിച്ചു ചെയ്യണ്ട, കുറച്ചൊക്കെ എടുത്താൽ മതിയെന്ന്. പക്ഷേ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ചിലത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഈ ഒരു പാഷ്യൂ ഏരിയ ഉണ്ടല്ലോ, അത് ആ ചെയ്ത രീതി, അതുപോലെ ഇവിടെ അത് ഇറങ്ങുമ്പോൾ നമുക്കവിടെ ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ നല്ലൊരു സ്പേസാണ്. ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു പാഷ്യൂ ഏരിയ കൊടുത്തിട്ടുള്ളത്. നമുക്കുണ്ട് അങ്ങനത്തെ ഒരു പാഷ്യൂ ഏരിയ, പക്ഷേ ഇത്ര സ്പേഷ്യസ് അല്ല. പിന്നെ എന്താ, താഴെ 3 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും അങ്ങനെയാണ് വരുന്നത്. ഞാനങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രൈവസി കളയണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഇത് നിസ്കാർ റൂമാണ്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. മൊത്തത്തിൽ താഴെ 3 ബെഡ്റൂമും മേലെ 2 ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇത് ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിലൊക്കെ നല്ല മിതമായിട്ടുള്ള രീതിയിലൊക്കെയാണ് എല്ലാം സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ലുക്കുണ്ട്, ഒരു ഗ്രാൻഡ് ലുക്ക് വരുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനൊരു പരിമിതി ഉണ്ടാവുമല്ലോ. അപ്പം ഇതുപോലെയല്ല, കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ യൂട്യൂബ് ഫാമിലിയിലുള്ള കുറേ ആൾക്കാരെ പുറത്തുനിന്ന് കാണാറുണ്ട്. അതുപോലെ ഇവരും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്, ഇവരുടെ വൈഫും മക്കളും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ അറിയുപോലും ഇല്ലാത്ത ആൾക്കാർ ഭയങ്കര പരിചയത്തിൻ്റെ പുറത്ത് സംസാരിക്കുന്നു, നമ്മളെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ കാണുമ്പം സന്തോഷമല്ലേ. അപ്പോൾ ഇനി നമുക്ക് മേലേക്ക് പോയി നോക്കാം. ആ സ്റ്റെയർസും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളും വുഡൻ സ്റ്റെയർസാണ്. മേലെ 2 റൂംസാണുള്ളത്. മേലെ ആ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ഇരിപ്പിടമുണ്ട്. ഒരു ഈ ഒരു ബെഞ്ച് പോലത്തെ സംഭവം, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. താഴെ ഡൈനിങ് ഹാളിലോട്ടാണ് ഈ ഒരു ഇതിൻ്റെ വ്യൂ വരുന്നത്. പിന്നെ അവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. പിന്നെ 2 ബെഡ്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കും ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു മേലിന് എന്തെങ്കിലും താഴേക്ക് കച്ചറൊക്കെ പോവും അതിനൊക്കെ വിചാരിച്ചിട്ട് അത് ക്ലോസ് ആക്കിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ തോന്നുന്നു രസമുണ്ട് കേട്ടോ. ഇവരാണ് വീടിൻ്റെ ഓണറും വൈഫും മക്കളും കേട്ടോ. പിന്നെ അവരുടെ ഉപ്പയാണത്.
ഉപ്പയും ഉമ്മയൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നത്. പിന്നെ ഞാൻ ബെഡ്റൂംസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ഹോം ടൂർ വീഡിയോസ് അങ്ങനെ ഡീപ്പായിട്ട് എടുക്കുന്നത് എനിക്കും താല്പര്യമില്ല. ഞാൻ ഞങ്ങളുടെ വീടും അങ്ങനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഏകദേശം ഒരു രീതി കണ്ടാൽ മതിയല്ലോ വീടിൻ്റെ. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഓരോന്ന് ഡീപ്പായിട്ട് എടുക്കുമ്പോൾ എനിക്കത് പ്രൈവസി എൻ്റെ വീട്ടിലെടുക്കുന്ന എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വേറെ ആൾക്കാരതും അങ്ങനെ എടുക്കുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്നും ഇങ്ങനെ കാണിച്ചു തരാം അത്രേ. അപ്പോൾ അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അങ്ങനെ 2 ബെഡ്റൂംസ് ഉണ്ട് മേലെ. പിന്നെ അവിടെ നിന്നൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ഞങ്ങൾക്കും ഇങ്ങനെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ വാഷിംഗ് മെഷീൻ അങ്ങനെ അലക്കിയിടാനുള്ള സാധനങ്ങളൊക്കെയാണ് വിചാരിക്കുന്നത്. ഇവിടെയാണ് സോളാറിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് സോളാർ പാനൽസൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ അവിടേക്ക് പോയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഞാനിപ്പം ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നെസ്ട്രോ സോളാറിൻ്റെ ടീമിനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ബെസ്റ്റ് ടീമിനെ നിങ്ങൾ ചൂസ് ചെയ്യണം. കാരണം നമുക്കിതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, ഡൗട്ട്സ് ഉണ്ടാവും, അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും വേഗം കസ്റ്റമർ സർവീസ് വരുന്ന അങ്ങനത്തെ രീതിയിലുള്ള ടീംസിനെ ആയിരിക്കും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സോളാർ പാനൽസ് വെച്ചത് കണ്ടു. ഇനി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നേരിട്ട് പോയി കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ സോളാർ പാനൽസാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ കണ്ടതും പറഞ്ഞതൊക്കെ പറഞ്ഞുതരാം. കാരണം ഇവിടെ ഇവരെന്നെ വെച്ചതാണിത്, അതായത് ഈ സോളാർ ടീം തന്നെ വെച്ചതാണ്. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് തന്നെ ലേഡീസിന് തന്നെ നടന്ന് പോയിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പാനൽസൊക്കെ ക്ലീൻ ചെയ്യണ്ടേ. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കാഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരതൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓരോ ടീംസിനും ആരെയും മോശമാക്കി പറയുമല്ല, ഓരോ ടീംസിനും പല രീതിയിലായിരിക്കുമല്ലോ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബെസ്റ്റ് നോക്കിയിട്ട് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ചെറിയൊരു പൈസ ഡിഫറൻസ് കൊണ്ട് നമ്മൾ ക്വാളിറ്റി കുറവുള്ളതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് വരും. ഇതൊക്കെ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പിശുക്ക് കാണിക്കാണ്ടിരിക്കുക, ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ ഞാൻ നടക്കുന്നത് നോക്കണ്ട, അപ്പോൾ മൂപ്പര് നടന്ന് കാണിച്ചു തരും കേട്ടോ. നെസ്ട്രോ സോളാറിൻ്റെ ടീമിലെ ആളാണ് സലാമുക്ക. അപ്പം അത്രയും കൂളായിട്ട് നമുക്ക് ഈസിയായിട്ട് നടക്കാൻ പറ്റും, വീടൊന്നുമില്ല എന്നുള്ള രീതിയിൽ മൂപ്പര് പറഞ്ഞു. അപ്പം എല്ലാവർക്കും പോയി ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വെക്കുന്ന സംഭവങ്ങളെല്ലാതും ഇതെനിക്ക് അതിൻ്റെ ഒഫീഷ്യലായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അതൊക്കെ മൂപ്പര് തന്നെ പറഞ്ഞു തരണം. അത്രയും നമ്മൾ ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയൊന്നും ആരും അധികം ആൾക്കാരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ സപ്പോർട്ടിനായിട്ട് അവർ എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ബെൻഡ് വരുന്നൊക്കെ. അപ്പം അതൊക്കെ അത്രയും കെയർഫുള്ളായിട്ടാണ് അവർ ഈ പാനൽസൊക്കെ സെറ്റാക്കിയിട്ടുള്ളതെന്നൊക്കെയായിരുന്നു നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാനപ്പം മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ഒറിജിനൽ വോയിസ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു സൗണ്ടിൽ മൈക്ക് എടുക്കാത്തതുകൊണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? വെരി ഗുഡ് അല്ലേ, എന്താ സംശയം? ഞങ്ങളെ വീട്ടില് ഇതുപോലെ വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ പഴയ വീട്ടിൽ നമ്മൾക്ക് അവിടെ 2-3 AC ഉണ്ടായിരുന്നു. അവിടെ ഇല്ല, അവിടെ സോളാർ ഇല്ല. അവിടെ നോർമലി നമുക്ക് 10 റുപ്യ 11 റുപ്യ നമുക്ക് അവിടെ ബില്ല് വന്നിരുന്നത്. അവിടെ സിംഗിൾ ഫേസ് ആയിരുന്നു. ഇങ്ങോട്ട് 3 ഫേസ് ആക്കി. പിന്നെ ഇപ്പം നമുക്ക് 0 ബില്ലാണ്. ഫസ്റ്റത്തെ ബില്ല് നമ്മളെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കൂടി ആയപ്പോൾ ഒരു 8 റുപ്യയുടെ ബില്ല് നമുക്ക് വന്നു. പക്ഷെ അതിൽ നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് അങ്ങോട്ട് പോക്ക് തുടങ്ങിയിരുന്നില്ല. പിന്നെ മെയിൻ ഹൈബ്രിഡാണ്. നമുക്ക് കറണ്ട് എപ്പോഴും നമുക്ക് ഗൾഫ് മാതിരിയാണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യണ കറണ്ട് പോകണില്ല. അതാണ് ഏറ്റവും വലിയ ബെറ്റർ. നമ്മൾ സാധാ ഇൻവെർട്ടർ ആണെങ്കിലും നമ്മൾ പോയി വരുമ്പോൾ അറിയുമല്ലോ, ആ ഒരു സൗണ്ട് വന്നാൽ തന്നെ നമുക്ക് കറണ്ട് പോയിക്കണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആപ്പ് ഓപ്പൺ ആക്കി വെക്കണം. ഇപ്പോൾ വരെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-ന്റെ ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. ഇത് 5 യൂണിറ്റ് സേവിങ് ആണ്. 5 യൂണിറ്റ് സേവിങ് 2 കറണ്ട് തീരെ പോകില്ല. അതാണ് മെയിൻ ബെറ്റർ. സോളാർ വർക്ക് നടക്കുമ്പോൾ തന്നെ ഒരുപാട് ടീം വരുമല്ലോ. സോളാർ വേണ്ടേ ഒരു ബിസിനസ് ആണല്ലോ. അപ്പോൾ നമ്മൾ സതീഷ് ചേട്ടനെ ആദ്യം എൻ്റെ എഞ്ചിനീയറാണ് പരിചയപ്പെടുത്തി തരുന്നത്. സതീഷ് ചേട്ടനാണ് സലാം ഖാനെ പരിചയപ്പെടുത്തുന്നത്. സലാം ഖാൻ നമ്മളെ അയൽവാസിയാണ്. പക്ഷേ ഇങ്ങനെ വലിയൊരു സംഭവമാണെന്നുള്ളത് അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത്. പിന്നെ വർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രി വർക്ക് ആണെങ്കിലും ഒരു സ്റ്റാഫ് ഒക്കെ പെർഫെക്റ്റ് സർവീസ്. ഓക്കെ, സർവീസ് എന്ന് പറഞ്ഞാൽ
നമുക്ക് അടുത്തായതുകൊണ്ട് മാത്രമല്ല വിളിച്ചാൽ എപ്പോഴും എന്ത് ആവശ്യത്തിനാണെങ്കിലും നമുക്ക് ഇനി ഫോണിൽ കൂടി ആണെങ്കിലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ വളരെ ബെറ്ററാണ്. വെച്ച് പോയി അങ്ങനെ അല്ല എപ്പോഴും ഇപ്പം എന്തെങ്കിലും കൂടി ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഒന്ന് പോയിട്ടുള്ളൂ. എന്തെങ്കിലും സംശയം ഇപ്പം കണ്ടില്ലേ, അടുക്കളയിൽ ലൈറ്റ് കത്തുന്നില്ല എന്ന് തന്നെ അവിടെ സ്വിച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. അത്രയും ഓക്കെയാണ്. സോളാറിന്റെ കാര്യം മാത്രമല്ല, ഒന്നാമത് ഈ ഫീൽഡിൽ കൂടി വന്ന ആളാണ് മൂപ്പര്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ ബില്ല് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ മാസം എല്ലാ മാസമാണുള്ള ബില്ല്, മാസമാണുള്ള ബില്ല് വരില്ലേ സോളാറ്. ഇപ്പോൾ 325 റുപ്യേറ്റെ ആകെ നമ്മൾ അടച്ചത്. AC ഒക്കെ AC ഇപ്പോൾ 7 AC കണ്ടിന്യൂ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ നോർമലായിട്ട് കണ്ടിന്യൂ ആയിട്ട് 3 AC എപ്പോഴും ഉണ്ടാവും. പിന്നെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഇന്നത്തെ പ്രൊഡക്ഷൻ താമസിക്കുന്നുണ്ട് ഞങ്ങൾ കുട്ടികളെല്ലാ എല്ലാ റൂമിലും ഇപ്പോൾ ആളുണ്ടാവും. ഇപ്പോൾ കണ്ടോ ഇന്നിപ്പോൾ 54.7 പ്രൊഡക്ഷൻ. നമുക്കൊരു 60 വരെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പൊതുവേ മഞ്ഞും കാര്യമൊക്കെ രാവിലെ ചിലപ്പോൾ ഒരു മുടിപ്പത്തൊക്കെ കാണാമല്ലോ, അതിൻ്റെ ഒക്കെ ഒരു മാറ്റം, പ്രൊട്ടക്ഷനിലൊരു മാറ്റം. എന്നാലും നമ്മളോട് ഒരു പറഞ്ഞിരുന്നത് 50-ന്റെ ഉള്ളിൽ, 40 to 50. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, അത്ര പറയാനുള്ളൂ. വേറെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ സോളാർ പാനൽസ് ഞാൻ ഇപ്പോൾ ഒരു അവർ വെച്ചത് ഏറ്റവും നല്ല ക്വാളിറ്റി സാധനമാണ്. അതിന് എന്തെങ്കിലും പ്രശ്നം ഇല്ല അതിലൊക്കെ പക്ക ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നും. ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ചോദിക്കണ ഇന്റർവ്യൂ പോലെ ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹാപ്പിയാണ്. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച പാനൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അദാനി പാനൽ. അതായിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്, അതന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അതന്നെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറുതെ നിങ്ങൾ വേറൊരു ടീം വെക്കാൻ വേണ്ടിയിട്ട് അവരെ കുറിച്ച് പുകയത്തി പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ, ആളുകൾ നമ്മുടെ അടുത്ത് കയറും. കാര്യമില്ല, നമുക്ക് ഇതുവരെയുള്ള കാര്യത്തിൽ നമ്മൾ ഓക്കെയാണ്. പിന്നെ അല്ലേ 10 വർഷം നമുക്ക് ഗ്യാരണ്ടി, 10 വർഷം അല്ലേ, 10 വർഷം ഗ്യാരണ്ടി തരുന്നുണ്ട്. അങ്ങനെ നോക്കും മൊത്തത്തില്. കേരളത്തിൽ എല്ലായിടത്തും വെച്ചെടുക്കുന്നുണ്ടല്ലേ? പുറത്തുണ്ടോ? പുറത്തേക്ക് പോകും. കർണാടകയില് 2 മെഗാവാട്ടിന്റെ ഹലോ സതീഷ് ചേട്ടൻ പറഞ്ഞു കൊടുത്തോളൂ ഇതിനെ പറ്റിട്ട്. നിങ്ങളെ കമ്പനീന്റെ നെസ്ട്രോ സോളാർ ആണോ നിങ്ങൾ കമ്പനീന്റെ പേര്? നമ്മൾ നെസ്ട്രോ സോളാർ ആണ്. നെസ്ട്രോ സോളാർ എന്നുള്ളത് നമ്മള് തുടക്കത്തിലുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ റിസ്റ്റോ സോളാർ എന്ന് പറഞ്ഞത് അടുത്തൊരു കമ്പനിയും കൂടി വന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ ആ റിസ്റ്റോ സോളാറിലാണ് നമ്മൾ അദാനിന്റെ ചാനൽ പാർട്ണറായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അത് 2018 സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിതിൽ സോളാർ വരുന്ന സമയം, അന്ന് സോളാർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും സലാമും അന്ന് ഓരോ വീടുകൾ, ഒരു 100 വീട് കയറി ഇറങ്ങിയാൽ ഒരു വീടൊക്കെയാണ് ഒരു ആളുകൾ ചെയ്യാൻ. അന്ന് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്, 2 ബാറ്ററി, ഒരു 4 പാനല്, ചെറിയ പാനലൊക്കെ ആയിരുന്നു. അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആളുകൾ കറണ്ട് പോയാൽ ഇനി എങ്ങനെ വർക്ക് ചെയ്യുക, അപ്പോൾ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ഇഷ്യൂ ഒക്കെ മാറി 99% നമ്മൾ ഒരു എനർജി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ, നമ്മൾ ഒരു ഭക്ഷണം കഴിക്കണ പോലെയാണ്. ഇപ്പോൾ എനർജി നമുക്കൊരു ദിവസം കറണ്ട് ഇല്ലാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ പോയത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇദ്ദേഹം ഇതുപോലുള്ളൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ ഞാൻ സലാമൊക്കെ അതിലേക്ക് മാറി. ഞങ്ങളിപ്പോൾ ഒരുപാട് മാസങ്ങളായി ഈ ഹൈബ്രിഡ് ഇവിടെ ഈ കേരളത്തിൽ തന്നെ ഈ ഹൈബ്രിഡ് വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടെക്നോളജീൻ്റെ കൂടെ തന്നെ ആയിരുന്നു. 1.5-2 വർഷമായി ഞങ്ങൾ. അന്നൊന്നും ആരും ഇവിടെ പിന്നെ ഹൈബ്രിഡ് ടെക്നോളജിയിൽ സോളാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് പരസ്യം എന്നുള്ള നിലയ്ക്ക് വല്ലാതെ നമ്മൾ ഈ കേരളത്തിലൊന്നും വല്ലാതെ കൊടുക്കാത്തതുകൊണ്ട് ആർക്കും അത് അറിയണ്ടാവില്ല. എന്തായാലും നമ്മളൊരു കേരളത്തിലുടനീളം ഇന്ന് എല്ലാ സെഗ്മെൻറ്റിലുള്ള സോളാറും അതുപോലെ പവർ പ്രോഡക്ട്സ്, സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ നെസ്ട്രോ സോളാറിൽ ഞങ്ങൾ നെസ്ട്രോ മാർക്കറ്റിംഗ് LLP എന്ന് പറഞ്ഞ കമ്പനിയിൽ നമ്മൾ ഇതെല്ലാം ഉണ്ട്, EPCൻ്റെ എല്ലാം. ഇനിയിപ്പോൾ റിസ്റ്റോ സോളാറിലും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ സംഗതി ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സോളാർ റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാൻ. ഇപ്പം അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിൽ ഇവർ സലാംക്ക എല്ലാതും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഇനിയിപ്പം ആ ഇഷ്യൂവിൻ്റെ ഇപ്പം എന്താ ഒന്നുകൂടെ എന്തെങ്കിലും ഷോർട്ടായിട്ടൊന്ന് പറയാൻ പറ്റുമോ? സോളാർ ഇല്ലാതെ ഒരു ഗ്രീൻ എനർജീനെ സപ്പോർട്ട് ചെയ്യാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഇനി. കാരണം ഇപ്പം ഇന്ന് ഡൽഹി നമ്മൾ എടുക്കുക, അത് ഒരു ഭാഗത്ത് ഓക്സിജൻ ഇല്ലാത്തൊരു ഇത് വരിക, വളരെ നമുക്കൊന്നും പോയ ഒരു ആഴ്ച പോലും അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അത് ഇനി ട്രാൻസ്ഫോം ചെയ്ത് എല്ലാ
മെട്രോ സിറ്റിയിലേക്കും ഇതിങ്ങനെ വരും. കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആകെയുള്ള എനർജി, ഈ എനർജി കൊണ്ട് ഇത് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ കാർബൺ പൊല്യൂഷൻ വരുന്നത്. അപ്പോൾ അതിനെ തടുക്കുക എന്നുള്ള, അപ്പോൾ പൊല്യൂഷൻ നിന്നാൽ അടുത്ത ജനറേഷൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മൾ നല്ല പിന്നെ വായു, വെള്ളം അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് വളർന്ന ഒരു ജനറേഷനാണ്. ഇപ്പം നിങ്ങളൊക്കെ കാരണം അതിൻ്റെ ഒരു പകുതി പാർട്ട് അങ്ങനെയാണ്, പകുതി പാർട്ട് ഇപ്പോൾ വെറും വിഷമുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ നമുക്കിത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എനർജീസ് കോൺസെപ്റ്റിലേക്ക് പോകണം. അതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ്. ഈ ലോ അനുസരിച്ച് പോകുക എന്ന് പറയുമ്പോൾ ചെറിയ ലാഭത്തിലെ ചെറിയൊരു നഷ്ടം എന്നുള്ളതാണ് പറയാനുള്ളൂ. അല്ലാതെ ഫുള്ളായിട്ടത് ആളുകൾ ബുദ്ധിമുട്ടാവേണ്ട ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ അതിലേറ്റവും നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോവാട്ട് നിന്ന് 3 കിലോവാട്ടിലേക്കാണ് ആ നിയമം മാറുന്നത്. അപ്പോൾ വരുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചിൽ വരുന്ന ഒരു മാറ്റമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ആ നിയമം അങ്ങനെ കുറച്ചൊരു പിന്നെ വയബിൾ സൊല്യൂഷനിൽ നിൽക്കുന്നുണ്ട് ബുദ്ധിമുട്ടില്ലാതെ. എന്തായാലും പോസിറ്റീവ്ലി നമുക്ക് അതിനൊക്കെ അങ്ങനെ കരുതാം. ഇനിയിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് മുതൽ എല്ലാറ്റിനും സോളാർ നിർബന്ധമാണെന്നുള്ളതാണ് അടുത്ത നിയമം വരാൻ പോകുന്നത്. ഇപ്പം ആയി, പക്ഷെ അത് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അത് വളരെ കർശനമായിട്ട് പോയിട്ടില്ലെങ്കിലും അടുത്ത ഭാവിയിൽ തന്നെ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് നിയമമാക്കും. വളരെ അതുണ്ടെങ്കിലേ സാങ്ഷൻ ആവുള്ളൂ. ഇപ്പം തന്നെ ബിൽഡിങ്ങിനൊക്കെ ഈ പെർമിഷൻ അതേപോലെ സോളാറിനുള്ള പ്രൊവിഷൻ കണ്ടതിന് ശേഷം ഇവർ ആദ്യം തന്നെ എന്ത് ചെയ്യുള്ളൂ, ബാക്കി പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനിലോ ഒക്കെ അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇൻഷാല്ല സോളാർ ഈ ഹൈബ്രിഡാണ്, ഇവിടെ വെച്ച പോലെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല. അപ്പം ഇവിടെ സംസാരം കൂടി കേട്ടപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെക്കാൻ തന്നെയാണ് പ്ലാന്. അത്രയും നമുക്കത് ബെനിഫിറ്റാണ് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് അവർ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു. നല്ല ട്രീറ്റായിരുന്നു എല്ലാവരും. നല്ല ഒരു നമുക്കൊരു വേറെ വീട്ടിലോട്ട് ഒരു ആദ്യമായിട്ട് കാണുന്ന ആളുടെ വീട്ടിലോട്ട് പോയ പോലെ തോന്നിയില്ല. അത്രയും നല്ല ഒരു ട്രീറ്റായിരുന്നു അവിടെ വന്നപ്പോൾ. നമ്മൾ വന്ന സമയത്ത് ഇവിടെ കിച്ചണിൽ എന്തോ ഒരു പവറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. 2 കിച്ചണുണ്ട്, 2 മോഡുലാർ രീതിയിൽ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കിച്ചണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒതുക്കമുള്ള വീടാണ്, പക്ഷേ എവിടെയും ഓവറായിട്ട് ചെയ്തിട്ടില്ല. ഉള്ളത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻസ്. പിന്നെ ഓരോന്നും നമ്മൾ പോകാൻ നേരമാണ് കിച്ചൺ കണ്ടത്. പക്ഷെ എനിക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു. നമ്മൾ പുതിയ വീട്ടിലോട്ട് നമുക്ക് ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവില്ലേ, അതൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് സാധാ സിങ്കും പിന്നെ ഒന്ന് നമുക്ക് നമ്മൾ ഈ സിങ്കിൽ പാത്രം കഴുകുന്ന സിങ്കിൽ കൈ കഴുകുന്നു വായ കഴുകുന്നു എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ 2 വാഷ് ബേസിൻ നിർബന്ധമാണ്. ഒന്ന് സിങ്കായിട്ടും ഒന്ന് വാഷ് ബേസിനായിട്ടും നിർബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പോൾ. പിന്നെ ഇതാ രണ്ടാമത്തെ കിച്ചണും ഇതാ ഈ ഒരു ബെഞ്ച് പോലത്തെ ഇതുണ്ടല്ലോ അവിടെ ഇരിക്കുന്നത്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്കതിനുള്ള സ്പേസ് ഇല്ല. ചെറിയൊരു വേറെ സ്പേസ് ഉണ്ട്. അത് ഞാൻ ഞങ്ങളുടെ കിച്ചൺ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ഐലൻഡ് കിച്ചണാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതും ആ ഒരു കളർ കോംബോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇനി നമ്മളെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഇവിടെ ഡബിൾ ബൗൾ സിങ്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഈ ചെടികളൊക്കെ വെച്ചത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ബോൺസായി ഒക്കെ ഉണ്ട്, ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗാർഡനിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ചെടികൾ വെച്ച് വലിയ വലിയ മരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ റിങ് ഇട്ട് താഴേക്ക് വേര് പോകുന്ന രീതിയിലാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മതിൽ ഹൈറ്റിലല്ല വരുന്നത്. അപ്പോൾ മതിൽ ഇടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളില്ലേ വേരുകൊണ്ട്. അപ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ മതി എന്ന് ഇവർ പറഞ്ഞിരുന്നു, ഇവിടുന്ന് ഓണർ പറഞ്ഞിരുന്നു. ശരിയാണ് കേട്ടോ. ആ റിങ് ഇട്ടിട്ട് താഴേക്ക് ഇറക്കുന്ന ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ആ പാഷ്യൂ ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെന്താ, അതൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ മഗ്‌രിബിൻ്റെ സമയമായി. അപ്പം നിസ്കരിക്കാനുള്ള സമയമായിട്ടായിരുന്നു. അപ്പോൾ ഇക്ക നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുക്കുന്നത്. ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണം.
ഏകദേശം ഞങ്ങളെ വീടും ഇങ്ങനെ ഹൈറ്റിലാണ് ഉണ്ടാവുക. താഴെ ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കാണെങ്കിലും മതിലിങ്ങനെ കംപ്ലീറ്റ്ലി കവേർഡ് മതിൽ എനിക്കിഷ്ടമല്ല. കുറച്ചൊരു നമുക്ക് അപ്പുറത്ത് എന്താണെന്നുള്ളത് കാണും വേണം, എന്നാൽ മതിലിന് ഹൈറ്റ് വേണം. അപ്പോൾ ഈ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു കമ്പി ഇങ്ങനെ വെച്ചതൊക്കെ ഇല്ല അത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സോളാർ ടീമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, അല്ല ഇനിയിപ്പം ഇൻ ഫ്യൂച്ചർ നിങ്ങൾ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, ബൈ ബൈ.